ഒരു ജനതയെ ആകെ അവരുടെ മണ്ണിൽ നിന്ന് തുടച്ചു നീക്കുകയാണ് ഇസ്രായേൽ. ഈ കൊടിയ ക്രൂരത കണ്ട് ഒന്നും ചെയ്യാതെ നോക്കി നിൽക്കുകയാണ് ഞാനും നിങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന പലസ്തീനപ്പുറമുള്ള മറ്റ് ലോകരാജ്യങ്ങളെല്ലാം. കുറ്റവാളികൾ ഇസ്രായേൽ മാത്രമല്ല, നമ്മൾ ഓരോരുത്തരും കൂടിയാണ്. ഇങ്ങനെ മൗനം തുടരുന്ന ഈ നരനായാട്ടിന് മൗനസമ്മതം നൽകുന്ന, ആയുധങ്ങളും മറ്റ് പിന്തുണയും രഹസ്യമായി നൽകുന്ന ഓരോരുത്തരും കുറ്റക്കാരാണ്. നോക്കൂ, ലോകത്തിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ അംഗവൈകല്യം സംഭവിച്ച കുട്ടികൾ എവിടെയാണെന്നറിയാമോ? അതങ്ങ് ഗാസയിലാണ്. യൂണിസെഫിന്റെ ഔദ്യോഗിക കണക്കാണിത്. 21,000 കുഞ്ഞുങ്ങളാണ് കഴിഞ്ഞ 22 മാസത്തിനിടയിൽ ഈ യുദ്ധക്കെടുതിയിൽ കൊല്ലപ്പെട്ടത്. വെടിയുണ്ടകൾ തറച്ചും പട്ടിണി കിടന്ന് ഇഞ്ചിഞ്ചായും മരിച്ച കുഞ്ഞുങ്ങൾ. ഇതുൾപ്പെടെ 65,000-ത്തിലധികം മനുഷ്യർ മരിച്ചുവെന്ന് ഔദ്യോഗിക കണക്ക് പറയുന്നു. യാഥാർത്ഥ്യം എത്രയോ അകലെയാണ്. മരിച്ചു ജീവിക്കുന്ന ലക്ഷങ്ങൾ, ഉറ്റവരെയും ഉടയവരെയും പിറന്ന വീടും മണ്ണും നഷ്ടപ്പെട്ട് എങ്ങോട്ടെന്നില്ലാതെ പലായനം ചെയ്യുന്നത് അനേക ലക്ഷം മനുഷ്യരാണ്. ഗാസയെ ഓർത്ത് വിലപിക്കാതിരിക്കാൻ മനുഷ്യത്വമുള്ളവർക്ക് എങ്ങനെ കഴിയും? സ്ക്വയർ കിലോമീറ്റർ സ്ഥലത്ത് 23 ലക്ഷം ജനങ്ങൾ താമസിച്ചിരുന്ന ഗാസ, ആ ജനത വെറും 45 സ്ക്വയർ മീറ്റർ സ്ഥലത്തേക്ക് ചുരുക്കപ്പെട്ടിരിക്കുന്നു. അവരുടെ വീടും ആശുപത്രികളും സ്കൂളുകളുമൊക്കെ എന്നോ തകർക്കപ്പെട്ടിരിക്കുന്നു. വിശപ്പകറ്റാൻ ലോകത്തിന് മുന്നിൽ കൈനീട്ടി നിൽക്കുന്ന ജനതയ്ക്ക് ഭക്ഷണം പോലും നൽകുന്നതിന് തടയിടുന്ന ഭരണാധികാരികൾ. ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന പ്രഖ്യാപിത നയവുമായി മാത്രമാണ് തങ്ങൾ മുന്നോട്ടു പോകുന്നത് എന്ന് ഇസ്രായേൽ ആവർത്തിച്ച് പറഞ്ഞാലും നടക്കുന്നത് വംശഹത്യ തന്നെയാണ്. ഉന്മൂലനം ചെയ്യപ്പെടുന്നത് അറബ് വംശജരാണ്. പറയുന്നത് ഐക്യരാഷ്ട്രസഭ തന്നെ. ഐക്യരാഷ്ട്രസഭ നിയോഗിച്ച അന്വേഷണ കമ്മീഷൻ പറയുന്നു, 1948-ലെ ജനോസൈഡ് കമ്മീഷൻ അനുശാസിക്കുന്ന 5 കാര്യങ്ങളിൽ 4 ഗാസയിൽ നടന്നിരിക്കുന്നു. അഞ്ച് ക്രിമിനൽ പ്രവൃത്തികൾ വംശഹത്യയായി കണക്കാക്കുന്നുണ്ട് 1948-ലെ ജനോസൈഡ് കമ്മീഷൻ രൂപീകരിച്ച നിയമവ്യവസ്ഥ അനുസരിച്ച്. ഒരു വംശത്തിലെ അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ഒരു പ്രദേശത്തെ അംഗങ്ങളെ കൊല്ലുക, അവർക്ക് ഗുരുതരമായ ശാരീരികമോ മാനസികമോ ആയ ഉപദ്രവം വരുത്തുക, അവരെ നശിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക, ആ വംശജരുടെ ജനനം തടയുക, അല്ലെങ്കിൽ കുട്ടികളെ മറ്റ് ഗ്രൂപ്പുകളിലേക്ക് നിർബന്ധിച്ച് മാറ്റുക. ഇതിൽ 4 ഗാസയിൽ സംഭവിച്ചുവെന്ന് പ്രകടമാണ്. പക്ഷേ ഇസ്രായേൽ ഇപ്പോഴും ഇത് നിഷേധിക്കുകയാണ്. ഹമാസിനെ മാത്രം ലക്ഷ്യമിടുന്ന ആക്രമണമെന്ന് അവർ ആവർത്തിച്ച് പറയുന്നു. ഇസ്രായേലിന്റെ ബൃഹത് പദ്ധതിയെക്കുറിച്ച് ഐക്യരാഷ്ട്രസഭയുടെ മനുഷ്യാവകാശം സംബന്ധിച്ച പ്രത്യേക പ്രതിനിധി ഫ്രാൻസിസ്ക അൽബനീസ് തന്നെ പറയുന്നുണ്ട്. ഗാസ മാത്രമല്ല, വെസ്റ്റ് ബാങ്ക് ഉൾപ്പെടെ പൂർണ്ണമായും തങ്ങളുടെ അധീനതയിലാക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഭൂപടം തന്നെ മാറ്റി വരയ്ക്കുകയാണ് ലക്ഷ്യം. ഇസ്രായേലിന്റെ പ്രതിരോധ സേന IDF തങ്ങളുടെ ഓപ്പറേഷൻ ഗിഡിയോൺ ചാരിയറ്റ്സിന്റെ 2ാം ഘട്ടം ഇതിനായി ആരംഭിച്ചിരിക്കുന്നു. കരയുദ്ധം മാസങ്ങൾ നീളുമെന്നാണ് ഇസ്രായേലിന്റെ വിലയിരുത്തൽ. ഇസ്രായേൽ ടാങ്കുകൾ 3 ഭാഗത്തു നിന്ന് നഗര കേന്ദ്രത്തിലേക്കും പടിഞ്ഞാറൻ മേഖലയിലേക്കും നീങ്ങുകയും മറ്റൊരു സംഘം കിഴക്കൻ മേഖലയുടെ നിയന്ത്രണം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനു പുറമെയാണ് വ്യോമാക്രമണവും നടക്കുന്നത്. ആയിരക്കണക്കിന് ഹമാസ് അംഗങ്ങൾ ഗാസ സിറ്റിയിലുണ്ടെന്നും 2 മാസത്തിനകം ഏറ്റുമുട്ടൽ രൂക്ഷമായേക്കുമെന്നും
ഇസ്രായേൽ ഉദ്യോഗസ്ഥർ പറയുന്നു. ഇസ്രായേൽ നേരത്തെ അടച്ചിട്ടിരുന്ന സലാഹുദ്ദീൻ റോഡ് 48 മണിക്കൂർ നേരത്തേക്ക് തുറന്നിരുന്നു. ഗാസ സിറ്റിയിലുള്ളവർക്ക് വെള്ളിയാഴ്ച ഉച്ചവരെ ഇതുവഴി നഗരം വിടാം. ലക്ഷങ്ങൾ പലായനം ആരംഭിച്ചതോടെ തെക്കൻ ഗാസയിലേക്കുള്ള പാതകൾ സ്തംഭിക്കുകയും രാജ്യാന്തര തലത്തിൽ വിമർശനം ശക്തമാകുകയും ചെയ്തതിനെ തുടർന്നായിരുന്നു ഈ നടപടി. ജീവനും കയ്യിൽ പിടിച്ചോടുന്നവർക്ക് നേരെയും വ്യോമാക്രമണം നടക്കുന്നുണ്ട് എന്നതാണ് അതിലേറെ സങ്കടകരം. ദ്വിരാഷ്ട്ര പരിഹാരമായിരുന്നു ഈ യുദ്ധം അവസാനിപ്പിക്കാൻ UN മുന്നോട്ട് വെച്ച പരിഹാരമാർഗം. UN പൊതുസഭയിൽ അവതരിപ്പിക്കപ്പെട്ട ഈ പ്രമേയം 142 വോട്ടുകൾക്ക് പാസായി. ഗാസയും വെസ്റ്റ് ബാങ്കും അടങ്ങുന്ന പലസ്തീൻ രാഷ്ട്രം എന്ന ആശയത്തെ ബഹുഭൂരിപക്ഷം ലോകരാഷ്ട്രങ്ങളും അംഗീകരിച്ചു. എന്നാൽ ഈ നിർദ്ദേശങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചത്. മധ്യസ്ഥരായി നിന്ന ഖത്തറിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് അവിടെയും ആക്രമണം നടത്തിയതിനാൽ അറബ് രാജ്യങ്ങൾ മധ്യസ്ഥ ചർച്ചകൾക്ക് പൂർണ്ണതോതിൽ ഇനി ഇടപെട്ടേക്കില്ല. അമേരിക്ക ആകട്ടെ ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ആഹ്വാനം ചെയ്യുന്ന ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ പ്രമേയത്തെ വീണ്ടും വീറ്റോ ചെയ്തിരിക്കുന്നു. ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് 2 വർഷത്തോടടുക്കുന്നു. ഇതിനിടെ US ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്നത് ഇത് 6ാം തവണയാണ്. പ്രമേയത്തിൽ ഹമാസിനെ അപലപിക്കാത്തതും ഇസ്രായേലിന്റെ ആത്മരക്ഷാ അവകാശത്തെ അംഗീകരിക്കാത്തതുമാണ് വീറ്റോയ്ക്ക് കാരണമെന്ന് US പ്രതിനിധി മോർഗൻ ഓർട്ടഗസ് ന്യായീകരിച്ചു. ബന്ദികളുടെ മോചനവും മാനുഷിക സഹായത്തിനുള്ള തടസ്സങ്ങൾ നീക്കലും ആവശ്യപ്പെട്ടിരുന്ന പ്രമേയത്തിന് 14 രാജ്യങ്ങൾ അനുകൂലമായി വോട്ട് ചെയ്തെങ്കിലും 15 രാജ്യങ്ങൾ ഉൾപ്പെടുന്ന സുരക്ഷാ കൗൺസിലിൽ ഒരു രാജ്യം വീറ്റോ ചെയ്താൽ തന്നെ ആ പ്രമേയം പരാജയപ്പെടും. ലോകരാജ്യങ്ങൾ ഒറ്റക്കെട്ടായി പലസ്തീൻ ജനതയ്ക്കായി നിലകൊള്ളേണ്ട ഈ സാഹചര്യത്തിൽ ഇനി പ്രതീക്ഷ എന്താണ്? ഒരു ജനതയെ പൂർണ്ണമായും ഒഴിപ്പിച്ച് ഗാസയെ തൂക്കി വിൽക്കാനുള്ള ഇസ്രായേൽ അമേരിക്ക റിയൽ എസ്റ്റേറ്റ് പദ്ധതിക്ക് എങ്ങനെ തടയിടാനാകും? ഈ മനുഷ്യക്കുരുതി എങ്ങനെ അവസാനിപ്പിക്കാനാകും? ഗാസയിൽ സമാധാനം പുലരാൻ ഇനി നിർണായകം ഫ്രാൻസും സൗദിയും ചേർന്ന് നയിക്കുന്ന അടുത്ത യോഗമാണ്. ഈ മാസം 22-നാണ് യോഗം. UN-ൽ വലിയ പിന്തുണ ഇതിനോടകം ഈ നീക്കത്തിനുണ്ട്. കൂടുതൽ രാഷ്ട്രങ്ങൾ കൈകോർത്താൽ അത് വലിയ മാറ്റങ്ങൾ ഒരുപക്ഷെ സൃഷ്ടിച്ചേക്കും. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കാം.